അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഈയിടെയായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ചെറിയ പ്രായം മുതൽക്കേ നമ്മൾ വളരെ ഗൗരവത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പലിശ. സബഉൽ മുബിഖാത്ത് അഥവാ 7 വൻപാപങ്ങളിൽ 4-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പറഞ്ഞതും അതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുമായി ഇടപെടുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മൾ പരമാവധി സൂക്ഷ്മത പുലർത്താറുണ്ട് താനും. ഇന്ന് ഇന്ത്യ പോലൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. സ്കോളർഷിപ്പ്, സാലറി, പെൻഷൻ, NRI ട്രാൻസാക്ഷൻസ്, സബ്സിഡി, ബിൽ പേയ്മെന്റ്സ്, ഫീസ് പേയ്മെന്റ്സ് എക്സെട്ര. കൂടാതെ ദൈനംദിന വരവ് ചിലവുകളുടെ കൊടുക്കൽ വാങ്ങൽ പോലും UPI ട്രാൻസാക്ഷൻസ് ആയി ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് താനും. എൻ്റെ അറിവിൽ NRI അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളെല്ലാം തന്നെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്ന മിനിമം ബാലൻസിനും കയറി ഇറങ്ങുന്ന പണത്തിനും അനുസരിച്ച് ഒരു ചെറിയ ശതമാനം പലിശയും ഈ അക്കൗണ്ടുകളിൽ കയറുന്നുണ്ട്. ഇത് പക്ഷേ ഒരിക്കലും ബാങ്കിൽ കിടക്കുന്ന പണത്തിന് വർധനമുണ്ടാകണമെന്ന ഇൻറ്റൻഷൻ മനസ്സിലില്ലാത്തത് കൊണ്ട് തന്നെ പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു താത്താൻ്റെ അക്കൗണ്ടിൽ വാർദ്ധക്യ പെൻഷനോ വിധവാ പെൻഷനോ അങ്ങനെ എന്തോ ഒന്നാണ് വരുന്നത്. അത് മാത്രമേ വരുന്നുള്ളൂ. താത്ത അത് അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി 6 മാസത്തിൽ ഒരിക്കലാണ് ബാങ്കിൽ നിന്നും എടുക്കാറ്. ഒരു തവണ അങ്ങനെ എടുത്തപ്പോൾ ബാങ്കിൽ തിരക്കായ കാരണം പാസ്ബുക്കിൽ ട്രാൻസാക്ഷൻസ് പ്രിന്റ് ചെയ്തില്ല. അത് പിന്നെ ചെയ്യാം, ഫോണിൽ മെസ്സേജ് വരുമെന്നുമാണത്ര പറഞ്ഞത്. എന്നോട് അതൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ മെസ്സേജ് കാണാത്തത് കൊണ്ട് ഞാൻ ആ ബാങ്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു നോക്കിയപ്പോഴാണ് ഇടയ്ക്കിടെ അതിൽ ചെറിയ എമൗണ്ട് പലിശ കയറിയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനത് താത്താനോട് പറഞ്ഞപ്പോൾ അവർ ഇതുവരെ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെയാണ് വീട്ടിൽ വന്ന് എല്ലാവരുടെയും അക്കൗണ്ടുകൾ പരിശോധിച്ചത്. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടിൽ പോലും 2 രൂപ മുതൽ പലിശ കയറി ഹറാം കലരുന്നുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ ചിലർ എപ്പോഴും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് വരവ് ചിലവുകൾ തിട്ടപ്പെടുത്തുന്ന കൂട്ടത്തിൽ പലിശ കയറുന്നത് കാണുമ്പോൾ അത് അപ്പോൾ തന്നെ എടുത്ത് നീക്കം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ചിലരാകട്ടെ അതറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആകുമ്പോൾ മിക്കപ്പോഴും മെസ്സേജ് വരുന്നില്ല. മാത്രമല്ല, ഒന്നിലേറെ അക്കൗണ്ട് ഉള്ളവർ ചില അക്കൗണ്ട് എന്തെങ്കിലും സ്പെസിഫിക് ആവശ്യങ്ങൾക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതവർ ശ്രദ്ധിക്കുന്നുമില്ല. ഇനി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ചെറിയ എമൗണ്ട് ക്രെഡിറ്റ് ആയി കാണുമ്പോൾ ഇൻട്രസ്റ്റ് എന്ന് മുഴുവനായി അതിൽ കാണിച്ചിട്ടുണ്ടാകില്ല. SBINT എന്നോ INTPD എന്നോ ഒക്കെ ആകും. ബാങ്കിങ് കോണ്ടെക്സ്റ്റിൽ SBINT എന്നത്